എന്നും ദേശീയതയെ നെഞ്ചിലേറ്റിയ രാമചന്ദ്രന് ഗണഗീതം ചൊല്ലി യാത്രാമൊഴി. അവസാന യാത്രയിൽ രാമചന്ദ്രനെ പരമപവിത്രമദാമി മണ്ണിൽ ചൊല്ലി വിട നൽകണമെന്ന് ഭാര്യ ഷീല ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ ഗണഗീതം ഏറ്റുചൊല്ലി. RSSിലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തിയ രാമേന്ദ്രന്റെ ഹൃദയത്തിലെന്നും ദേശീയതയുടെ സ്ഫുരണങ്ങളായിരുന്നു. ഗണഗീതമടക്കം ദേശഭക്തി ഗാനങ്ങൾ ആവേശം പകർന്ന് ഒടുവിൽ ഭാരതത്തിനെതിരായ ഭീകരതയുടെ ബലിദാനിയായി മാറിയ രാമേന്ദ്രന്റെ ജീവാർപ്പണത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ ആദരവായി ഗണഗീതം ചൊല്ലിയത്. കാശ്മീരിൽ ഭീകരവാദികൾ കൊലപ്പെടുത്തിയ രാമേന്ദ്രന്റെ വീട്ടിലെത്തിയ സീമാ ജാഗരൺ മഞ്ച് അഖില ഭാരതീയ സംരക്ഷക് എ ഗോപാലകൃഷ്ണനോട് രാമേന്ദ്രന്റെ ഭാര്യ ഷീല അന്ത്യകർമ്മങ്ങൾ നടക്കുമ്പോൾ പരമപവിത്ര മദാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാനെന്ന ഗണഗീതം ചൊല്ലണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. തുടർന്നാണ് സംഘ സ്വയംസേവകർ ഗണഗീതം ആലപിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ ഏറ്റുചൊല്ലി. പിന്നീട് രാമേന്ദ്രൻ അനുസ്മരണ യോഗത്തിലും എ ഗോപാലകൃഷ്ണൻ ഇക്കാര്യം അനുസ്മരിച്ചു. ഇന്നലെ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ പത്നി എന്നോട് പറഞ്ഞു, നാളെ എന്റെ ഭർത്താവിന്റെ മൃതശരീരം മറവ് ചെയ്യുന്നതിന് മുൻപേ പരമപവിത്രമദാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാരമങ്ങൾ ഉണ്ടിവിടെ എന്ന ഗീതം പാടണം. എന്റെ ഭർത്താവ് പാടിയിരുന്ന പാട്ട് എനിക്കും കാണാതെ അറിയാം, ഞാനും പാടും. ഈ പവിത്രമായ രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു പൂങ്കാവനത്തിന് പുഷ്പമാണ് തന്റെ ഭർത്താവ് എന്ന് സങ്കല്പിക്കാൻ മാത്രമുള്ള ഔന്നത്യം ആ ഷീല നേടി എന്നുള്ളത്, അദ്ദേഹത്തിന്റെ സാവകാശം കൊണ്ട് നേടി എന്നുള്ളത്, അദ്ദേഹത്തിന്റെ ധർമ്മപത്നി എന്നുള്ള വാക്കിന് അവരർഹയാണ് എന്നെനിക്ക് മനസ്സിലായി. മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ചങ്ങമ്പുഴ പാർക്കിൽ ഭാരത് മാതാ കി ജയ് വിളികൾ ഉയർന്നപ്പോൾ രാമേന്ദ്രന്റെ ഭാര്യ ഷീലയും മകൾ ആരതിയും ഏറ്റുവിളിച്ചു. ഇത് കണ്ടുനിന്നവരിലും വേർപാടിന്റെ വേദനയ്ക്കൊപ്പം ജനിച്ചു വീണ മണ്ണിനോടുള്ള അടങ്ങാത്ത സ്നേഹം അതിരുകളില്ലാതെ അലയടിക്കുന്നത് കൂടിയായി.